എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാന്തൂസ് വേൾഡിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്, തൃശ്ശൂർ പാലപ്പിള്ളിയിലെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം അത് വൈറലായത് നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ചൊരു ആകാശ ദൃശ്യമാണ്. നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഒരു 20 മില്യൺ അടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഗ്രൗണ്ടിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പാലപ്പിള്ളിയിലെ ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിലുണ്ട. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറിക്കാണ്. അപ്പോൾ ഹൈവേയിൽ പണിയൊക്കെ നടക്കണ കാരണം കൊണ്ട് നമുക്ക് പതുക്കെയാണ് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്കവിടെ എത്തുന്നു പറയാൻ പറ്റില്ല. ഒരു 1 hour നമുക്ക് അവിടുന്ന് സമയം ഏകദേശം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 3:15. അപ്പോൾ ഒരു 4 മണിയോട് കൂടി നമ്മൾ ആ ഗ്രൗണ്ടിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടിലെ കുട്ടികൾ കളിക്കണതും ആ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ പാലപ്പിള്ളിയിലെ ആ വൈറൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിൽ കണ്ട ഒരു പുഴ, അത് പുഴ എന്ന് പറയുമ്പോൾ കുറുമാലിപ്പുഴയുടെ ഒരു ഭാഗവും അതിൻ്റെ ഒരു പാലവും പിന്നെ ആ പുഴയോട് ചേർന്ന ആ പ്രകൃതി ഭംഗിയും കൂടി വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ അതും കൂടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നോക്കൂ, വളരെ മനോഹരമായിട്ടുണ്ട്. എന്താ പറയുക, ആ വള്ളിപ്പടർപ്പുകളും ആ മരങ്ങളും നല്ല പച്ച പിടിച്ച സ്ഥലം. പിന്നെ അത് മാത്രമല്ല, ഒരു സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പല കിളികളുടെയും ചീവീടുകളുടെയും ഒക്കെ ശബ്ദം അവിടെ വളരെ മനോഹരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പാലപ്പിള്ളി ഗ്രൗണ്ടിലേക്കുള്ള റൂട്ട്. വളരെ മനോഹരമായ റൂട്ടാണ്. നല്ല അടിപൊളി വഴി. പിന്നെ അത് മാത്രമല്ല, നല്ല പ്രകൃതി രമണീയമായിട്ട് കിടക്കുന്ന പച്ചപ്പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നമ്മുടെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ പാലപ്പിള്ളി ഗ്രൗണ്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിർത്താൻ കാരണം എന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ മുമ്പ് എന്താ പറയുക, ഈ നമ്മൾ കൃഷിക്കൊക്കെ വാഴയുടെ ഊണായിട്ട് ഉപയോഗിക്കുന്ന മുള അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് പല സ്ഥലങ്ങളിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മുളം കാടുകൾ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ തൃശ്ശൂർ പാലപ്പിള്ളി ഗ്രൗണ്ടിലേക്കുള്ള യാത്ര തുടങ്ങാം. ഓക്കെ, അവിടെ പോയി അവിടെ അടിപൊളിയായിട്ട് കിട്ടും. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ പാലിശ്ശേരിയിലെ വൈറൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ ഫുൾ എന്താ പറയുക, 2 സൈഡും റബ്ബറും തോട്ടങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു എലിഫൻറ്റ് ക്രോസിങ് സോണും കൂടിയാണ്. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ തൃശ്ശൂർ പാലപ്പിള്ളിയിലുള്ള ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു റോഡും ഒരു പാലാണ് ഈ കാണുന്നത് കേട്ടോ, പിള്ളത്തോട് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇതിന് താഴേക്കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് കാറ് പോകുമെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. കാറ് പോകാൻ ചാൻസ് ഇല്ല. നമുക്കവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് 1-2 പിള്ളേരൊക്കെ അങ്ങോട്ട് ബൈക്കുമ്പോഴാണെന്ന് തോന്നുന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും ആ ഗ്രൗണ്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ ആ ഡ്രോൺ ദൃശ്യം കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്ത് മരത്തിൻ്റെ ഒരു ഫോറസ്റ്റ് പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മൊത്തം റബ്ബറാണ്. ആ റബ്ബറിന് സെൻറ്ററിലായിട്ടാണ് നമ്മുടെ
എന്താ പറയുക, ആ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ആ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം. എന്താ അവിടെ കുറച്ച് സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഗ്രൗണ്ട് കേട്ടോ. അതെ, മൊത്തം റബ്ബറാണ് ഇവിടെ. അപ്പം ഗൈസ്, ഫൈനലി നമ്മൾ തൃശ്ശൂർ പാലപ്പള്ളിയിലുള്ള അതേ ആ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഗ്രൗണ്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ചെറിയ ഈ ഇരുമ്പ് പാലം കടന്നിട്ട് വേണം, ചെറിയ പാലം കടന്ന് അങ്ങോട്ട് റോട്ടിൽ കൂടെ ആ റബ്ബറും തോപ്പിനുള്ളിൽ കൂടെ വേണം നമുക്ക് ആ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നമുക്ക് ആ ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ ആരും കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടി സമയം കഴിയണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്തിട്ട് വരാം. കം. അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ പാലപ്പള്ളി ഗ്രൗണ്ടിൽ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഗ്രൗണ്ട്. സെൻറ്ററിലൊന്ന് തൊട്ടേക്ക് പതുക്കെ ക്യാമറ പതുക്കെ ഫിക്സ് ചെയ്ത് ലോവിൻ്റെ ഇതാണ്. അത് ഡ്രോൺ വെച്ച് അവിടെ പിന്നിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എന്താ ഈ ഇൻസ്റ്റാഗ്രാമിൽ 20 മില്യൺ അടിച്ച നമ്മുടെ തൃശ്ശൂർ പാലപ്പള്ളിയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ന്യൂസിലും നമ്മുടെ ഈ വീഡിയോ വന്നിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പയ്യനോടെ ഇതേപോലെ തന്നെ ഡ്രോൺ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ചുറ്റും റബ്ബറും തോട്ടങ്ങളാണ്.